സ്വത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സ്റ്റോക്സ് അതിനകത്ത് വരും, പ്രാക്ടിക്കൽ ലൈഫ് വരും, തിയറി വരും, കേരളം വരും. അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വത്ത് അഥവാ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മാത്തമാറ്റിക്സാണ്. അതായത് നമ്മുടെ ലൈഫ് സ്പാനിൽ വരുന്ന ഇൻകം മൈനസ് അതിനകത്തെ ചിലവുകൾ, വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിച്ചാൽ ബാക്കി വരുന്നതാണ് നമ്മുടെ സ്വത്തായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വത്തെന്ന് പറയുന്നത് ഓരോ കാലത്തും ഓരോന്നായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ നെല്ല് സ്വത്തായിട്ട് കണ്ടിട്ടുണ്ട്. പാടങ്ങളുള്ളവർ സമ്പത്തുള്ളവരായിരുന്നു. പിന്നെ റബ്ബറുള്ളവർക്ക് ക്യാഷ് വന്നു. പിന്നെ ഇപ്പോൾ ക്യാഷാണ്. ഇപ്പോൾ പല രീതിയിലും സമ്പത്ത് നമ്മൾ വയ്ക്കുന്നുണ്ട്. അതിനകത്തൊന്നാണ് സ്റ്റോക്സ്. അപ്പോൾ ആ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ വയസ്സ് കൂടുമ്പോൾ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ കൂട്ടാൻ തുടങ്ങിയാൽ അതിൻ്റെ എക്സ്പെൻസ് കൂടും. അപ്പോൾ സ്വത്ത് കുറഞ്ഞു വരും. ഇതിനകത്തൊരു ലോങ് ടേമും ഷോർട്ട് ടേമും ആസ്പെക്റ്റ് ഉണ്ട്. ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് കുറഞ്ഞ നിരക്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. ലോങ് ടേമിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ചെറിയ ഇൻക്രിമെൻ്റ് ആവുമെങ്കിലും അത് കോമ്പൗണ്ടിങ് ആയിട്ട് വരും. അതായത് കൂട്ടുപലിശയുടെ രീതി വരും. പിന്നീട് അത് വലിയ സ്വത്തായിട്ട് മാറും. ഇതാണ് ഏത് തരത്തിലുള്ള സ്വത്താണെങ്കിലും വരിക. പിന്നെ നമ്മൾ അതിനകത്ത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഒരു ഫ്ലാഷി ലൈഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ ചിലവാക്കിയാൽ അത് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. അതിന് ചിലവ് കൂടുതലാണ്, അത് സസ്റ്റെയിൻ ചെയ്യാൻ ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് അത് നമ്മുടെ സ്വത്ത് കുറയ്ക്കാനായിട്ടാണ് ഇടയാക്കുക. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതുണ്ടല്ലോ, അത് കൂട്ടാനായിട്ടാണ് നമ്മൾ ചിലവ് ചെയ്യേണ്ടത്. ഇപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ വരാം. നമുക്ക് ക്യാഷായിട്ട് വയ്ക്കാം, അതൊരു ബിസിനസ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ വയ്ക്കാം, സ്റ്റോക്സിൽ വയ്ക്കാം. ഇത് ഓരോന്നും പഠിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മുടെ തന്നെ സ്കില്ലിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു സ്വത്താണ്. നാളെ അത് ക്യാഷായിട്ട് മാറും. ഇതിനകത്ത് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. അത് ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കയറുമ്പോഴാണ് അതിനെ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റിലേക്ക് നമ്മൾ വരുത്തുന്നത്. കേരളത്തിലെ ഇപ്പം ആ ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന, അതായത് നമ്മൾ സ്റ്റാറ്റസിന് വേണ്ടി പണിയുന്ന വീടും കാറും അല്ലെങ്കിൽ ആഘോഷങ്ങളുമെല്ലാം ഈ എക്സ്പെൻസ് സൈഡിലാണ് വരുന്നത്, ഡിപ്രീഷിയേറ്റിംഗ് അസറ്റിലാണ് വരുന്നത്. പലതിനും സീറോ റിട്ടേൺ ആണ് വരിക. പിന്നെ നമ്മൾ സ്വത്തുണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടത് എല്ലാം കൂടി ഒരു കുട്ടയിൽ ഇടരുത് എന്ന് പറയുന്ന ഒരു തിയറിയിൽ നിന്നാണ് വരുന്നത്. അതായത് നമുക്കുണ്ടാകുന്നത് നമ്മൾ കുറച്ച് ക്യാഷായിട്ട് വയ്ക്കണം, കുറച്ച് സ്വത്ത്, അതായത് ഭൗതിക സ്വത്തുക്കളായിട്ട് വെക്കണം, പിന്നെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അങ്ങനത്തെ മെറ്റൽസിൽ വയ്ക്കാം, പിന്നെ സ്റ്റോക്സിലിടാം. ഈ സ്റ്റോക്സിലിടുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ നമ്മൾ വിചാരിക്കും നമ്മൾ NSE BSE മാത്രമേ ഉള്ളൂ. NSE BSE സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലെവലിലാണ് പോകുന്നത്. നമുക്ക് ഗുജറാത്തിന് ഗിഫ്റ്റ് സിറ്റി എന്ന ഒരു എക്സ്ചേഞ്ച് വഴി നമുക്ക് അമേരിക്കയിൽ US സ്റ്റോക്സുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ അത് ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ്. അതായത് അതിന് ഹെഡ്ജിങ് എന്നാണ് വരിക. ആ ഹെഡ്ജിങ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരിടത്ത് നമുക്ക് കുറയുമ്പോൾ മറ്റിടത്ത് കൂടും. അല്ലെങ്കിൽ നമ്മളത് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്റ്റോക്സിൻ്റെ വില താഴ്ന്നു നിൽക്കുമ്പോൾ ഗോൾഡിന് വില കൂടിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് അസറ്റ്സ് കൂടി വരും. അതായത് നമ്മുടെ സമ്പത്ത് കൂടി വരും. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു കൊട്ടയിൽ ഇടരുത് എന്ന് പറയുന്നത്. അത് സേഫ്റ്റി മാത്രമല്ല, അത് കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ വില കൂട്ടിയെടുക്കാനും നമുക്ക് പറ്റും. ഏതൊരു പഞ്ഞകാലത്തും എന്തെങ്കിലും വില ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറയുന്നത്. ഈ സ്വത്ത് നമ്മൾ എത്ര ഉണ്ടായാലും അത് ഒരു എമർജൻസിക്ക് വരുമ്പോൾ അത് ക്യാഷായിട്ട് തന്നെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ഒരു ആശുപത്രി ആവശ്യം വന്നു വിചാരിക്കുക, നമുക്ക് 10 ഏക്കർ സ്വത്തുണ്ടായിട്ട് കാര്യമില്ല. അത് ക്യാഷ് ആക്കാനുള്ള ഒരു വകുപ്പ് വേണം. അതായത് ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റിൽ നമ്മൾ ഇട്ടിരിക്കണം, അഥവാ ക്യാഷായിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ റിസ്ക് എന്ന് പറയുന്നത് കുറയ്ക്കാൻ പല വഴികളുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി. അത് പല അസറ്റിലിടുമ്പോൾ നമുക്ക് ചിലത് നമുക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞ മാതിരി തന്നെ അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപകാരമാകുന്ന വിധത്തിൽ വേണം നമ്മളത് സൂക്ഷിക്കാനായിട്ട്. അത് ചെയ്തില്ലെങ്കിൽ അതിനാണ് റിസ്ക് എടുക്കുക ലൈഫിൽ. അതായത് നമ്മുടെ വയസ്സാം കാലത്ത് നമുക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ നമ്മൾ വെച്ചിട്ടേ നമ്മൾ ഇപ്പം അടുത്ത ജനറേഷന് കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മൾ പെർമനൻ്റ് ലിക്വിഡിറ്റി ഇല്ലാത്ത, അതായത് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് മാതിരിയുള്ള കാര്യത്തിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടുള്ളൂ. പിന്നെ നമ്മുടെ ഹെൽത്ത് ഒരു അസറ്റാണ്. കാരണം ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ആരോഗ്യത്തിന്, അല്ലെങ്കിൽ ഫുഡ് നന്നായി നല്ല രീതിയിൽ ആരോഗ്യപ്രദമായി കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചിലവാണോ എന്ന് ചോദിച്ചാൽ ചിലവാണ്. പക്ഷേ നാളെ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് കുറയ്ക്കാൻ അത് ഉപകരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തന്നെ അതൊരു അസറ്റാണ്. അതായത് ഒരു സ്വത്താണത് എന്ന് നമുക്ക് പറയാം. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി സമ്പാദിച്ചിട്ടല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്. പക്ഷെ അനാവശ്യമായ ചിലവുകൾ കുറച്ചപ്പോഴാണ് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള സ്ട്രെസ്സ് ഇല്ലാതെ വന്നത്. അതാണ് ഞാൻ കണ്ടെടുത്തോളം ഒരു നല്ല ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ പല സ്റ്റഡികളും പറയുന്നത് നമുക്ക് ഒത്തിരി സ്വത്തുണ്ടായിട്ട് നമ്മുടെ ജീവിതം ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് പോയില്ല. നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്, അതായത് ഫിസിയോളജിക്കൽ റിക്വയർമെൻറ്റ്സ്, ഫുഡ്, ഷെൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ തന്നെ സെക്യൂരിറ്റി, മെഡിക്കൽ സെക്യൂരിറ്റി, ഹെൽത്ത്, ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ സ്വത്ത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കൂടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ലോകത്തുമുള്ളത്. നമ്മുടെ സ്റ്റഡീസുകളും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പൈസ എന്നത് ഒരു മോശമായ ഒരു കാര്യമല്ല. പൈസ എന്ന് പറയുന്നത്, സമ്പത്തുണ്ടാവുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് പൈസ, ക്യാഷ്. നമ്മളത് മക്കളോട് സംസാരിക്കണം. നമ്മളും അവരും അതിൻ്റെ വില അറിയണം. വിലയറിഞ്ഞ് വേണം അവരത് ചിലവാക്കാൻ. ഇല്ലെങ്കിൽ അത് വിലയറിയാതെ ചിലവാക്കിയാൽ നമ്മൾ ഫൈനലി നമ്മൾ അത് നഷ്ടത്തിലേക്ക് അത് എത്തിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്തൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് കാമായിട്ട് വേണം ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുക. അതായത് ലൈഫിനെ ബാധിക്കുന്ന ലോങ് ടേം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആഴ്ചകളോ തന്നെ ആലോചിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ലോകത്ത് കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് എന്നത് ഒരു കണക്കാണ്, അതൊരു അച്ചടക്കമാണ്. അത് സമയം എടുത്ത് അല്ലെങ്കിൽ സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വരുന്നതാണ്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ അത് കൂടുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പല തിയറികളിൽ നിന്നും എടുത്തത് അത് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ അത് സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ ഇട്ടും പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇതിൻ്റെ തിയറി അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.